ഇവരിൽ ഒരാളായിരിക്കും വിന്നർ. ഇവൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇവൻ കഴിക്കണം, ഇവൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇവൻ കഴിക്കണം. വിൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ 5,000 ആയിരിക്കും കൊടുക്കാൻ പോണത്. അവർ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 3,000 ആയിരിക്കും. ആൾക്കാർ നോക്കി പോകണം. അല്ലെങ്കിൽ 3,000 ആയിരിക്കും വിന്നിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് റാൻഡം സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കണം. ഇവർക്ക് ഓർഡർ ചെയ്യാനുള്ള ഫുഡിന്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 500-നുള്ളിൽ നിൽക്കണം. ഓക്കെ, ഇതിൽ ആരാദ്യം കഴിച്ചു തീർക്കുന്നു അവരായിരിക്കും നമ്മുടെ വിന്നർ. നമ്മൾ അതിലേക്ക് കൂടി നടന്നിങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. ബ്രോന്റെ പേരെന്താണ്? ജീവൻ. അതെ ബ്രോ, ഞാൻ ചലഞ്ച് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തായിരുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. ഇപ്പൊ ബ്രോയിനായിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങും, ഇവിടെ കൂടിയൊക്കെ നടക്കും. ബ്രോ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കും. ഒരു കഴിക്കാനൊക്കെ അത്യാവശ്യം എന്ന് വെച്ചാൽ നീ ജയിക്കണം എന്നുള്ള മൈൻഡിൽ ചെറിയ ആളെ കണ്ടുപിടിക്കാൻ ഞാൻ സംഭവിക്കൂല. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നീ 500-ന് അവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, അവൻ 500-ന് നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരും. ഓക്കെ, അതെന്ന് പറയാൻ നേരത്ത് ഇവിടെ ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, പ്ലേറ്റഡ് ഉണ്ട്, ബ്രോസ്റ്റർ ഉണ്ടാകും, ഐസ്ക്രീം ഉണ്ടാകും, ഏത് വേണമെങ്കിലും എടുക്കാം. ഈ റൗണ്ടിൽ നിന്ന് വിട്ട് പോകാൻ പാടില്ല. ഓക്കെ, അത്ര ഉള്ളു നമ്മുടെ സംഭവം എന്ന് പറയാൻ നേരത്ത്. മാക്സിമം അവൻ ജയിക്കാണ്ടിരിക്കാൻ നീ നോക്കണം, നീ ജയിക്കാണ്ടിരിക്കാൻ നോക്കും. ഇപ്പൊ നീ നമ്മുടെ ഫോളോ ചെയ്തിട്ടില്ലല്ലോ, ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നും നമ്മുടെ ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 5,000 ആയിരുന്നു. ഇനിയിപ്പോ അവൻ വരുന്നവൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് 5,000 ആയിരിക്കും, നിനക്ക് 3,000. ഓക്കെ, നമുക്ക് ആളെ കണ്ടുപിടിച്ചാലോ? Come on. ഇവൻ ചില്ലാണല്ല. ആ ബാഗൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊന്നും വലിയ കാര്യമില്ല, അതിനകത്തൊന്നും പോകാനില്ല. നമുക്കിതേ ഇപ്പൊ ഇവനായിട്ട് നമ്മൾ അടുത്ത ആളെ പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കണേട്ടാ. ആളെ കിട്ടണതാണ്. ആ വേണേ ചോദിക്കാം. അടുത്ത ആള്, ഇനി അടുത്ത ആള്. അല്ല പുള്ളിയുടെ തല പുറത്ത് കണ്ടാ ശരിയാവൂല. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഓക്കെ, എടാ അടുത്ത ആളെ വിടറാ. നിന്നെ തോപ്പിക്കാനുള്ള ആള് എവിടെ? വാടാവെളിയില്. ബ്രോ എക്സ്ക്യൂസ് മീ, ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നോ? ആണാ? ഓ ഓക്കെ, നിനക്ക് ചലഞ്ചിന് പാർട്ടിസിപ്പേറ്റ് ആളെ കിട്ടുന്നില്ലല്ലോ. കുഴപ്പമില്ല. താങ്ക് യു. നമ്മുടെ അക്കൗണ്ടിന്റെ പേര് പോപ്പോയി എന്നാണ് അക്കൗണ്ടിന്റെ പേര്. ഒന്ന് ഫോളോ ചെയ്ത് താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ആളെ പിക്ക് ചെയ്യാൻ ഇനി ചോദിച്ചു നോക്കട്ടെ. പൊക്കളയല്ലേ ബ്രോ? തിരക്കാണോ? ഒന്നുമില്ല, ഒരു ചെറിയൊരു ഫുഡ് ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്ന? ഇല്ലേ, ഷൈ ആണത്. അവൻ എന്നെയും കൂടി ഇൻട്രോവേർട്ട് ആയിക്കളതല്ല. ഇനി അടുത്ത ആളത്തപ്പാ. എടാ ആരും കിട്ടുന്നില്ലല്ലോ. ആ ബീറ്റ് ബോക്സിന്റെ ഫ്രണ്ടിൽ ചിലപ്പോ ആളുണ്ടാവും കേട്ടോ. ബീറ്റ് ബോക്സിന്റെ അവിടെ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. സമയം 5:30 ആയിട്ടുള്ളൂ. ആള് കുറഞ്ഞിട്ടുണ്ടാവുന്ന? അല്ല, തുറന്നുണ്ടാവും. ബീറ്റ് ബോക്സിന്റെ അവിടെ പോയി നോക്കാട്ടാ. ഇല്ല ഒരാള് എവിടെ? ഇല്ലേ നിൽക്കുന്നു. ഇവൻ മിക്കവാറും പൈസ കൊണ്ട് പോകുള്ളത് എനിക്ക് ഓഫറേട്ടാ. മൂടാണ് ആള്. ചോയ്സിനെടുക്കാം ഒരു മിനിറ്റ്. ബാബാ ബ്രോ എക്സ്ക്യൂസ് മീ. ഓക്കെ, അതെ തിരക്കാണോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ പരിപാടി. ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഫുഡാണ് പരിപാടി. ഇവനെ ഞാൻ ഇതേപോലെ ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ നിന്ന് പിക്ക് ചെയ്തതാ. അതേപോലെ തന്നെ നമ്മൾ വേറൊരാളിനെ പിക്ക് ചെയ്യും. സംഭവം ഇത്രേ ഉള്ളു. നമ്മുടെ പോപ്പോയി എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ? ആണോ? ഓക്കെ, കുഴപ്പമില്ല. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിന്നിംഗ് പ്രൈസ് 5,000 ആണ്. ഇപ്പം അല്ലെങ്കിൽ 3,000 ആണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇവൻ 500-ന് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്യുന്ന 500 എന്ന് പറയുമ്പോൾ ഒരു 450 to 500 ഇടയിലുള്ള ഫുഡ് ബ്രോയ്ക്ക് വാങ്ങിച്ചു തരും. ഓക്കെ, അതെന്തും ആക്കാം, അത് ഇവൻ്റെ ഇഷ്ടം. അതേപോലെ തന്നെ ബ്രോയ്ക്കും ഒരു 500 എന്ന് പറയുമ്പോൾ ഒരു 490 ഒരു ആ ഒരു എമൗണ്ടിലുള്ള ഫുഡ് ബ്രോ ഇവനും വാങ്ങിച്ചു കൊടുക്കണം. ഇതിൽ ആരാണ് ആദ്യം കഴിച്ചു തീർക്കുന്നത് അവർക്ക് വിൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മാക്സിമം ബ്രോയിനെ തോപ്പിക്കാനുള്ള രീതിക്കായിരിക്കും. ചിലപ്പോൾ ബീറ്റ് ബോക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇതായിരിക്കാം, സൈൻ ലപ്പാനായിരിക്കാം, ചിലപ്പോൾ മന്തി ആയിരിക്കാം. അതേപോലെ ഇവൻ വാങ്ങിച്ചു തരും. പക്ഷേ ഈ പരസ്പരം വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ് സ്വന്തം കയ്യിൽ നിന്നായിരിക്കും പൈസ വരുന്നത്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബ്രോയ്ക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. നമുക്ക് ഒരുമിച്ച് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അളിയനും പെങ്ങളൊക്കെ വരട്ടെ സപ്പോർട്ടിന്.
ഇവിടെ പെട്ട് നിൽക്കുക ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പേരെന്തായിരുന്നു ബ്രോന്റെ? ആശിഷ്. ഇവരിൽ ഒരാളായിരിക്കും നമ്മുടെ ഈ ചലഞ്ചിന്റെ വിന്നർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ റൗണ്ടിൽ നമ്മൾ പിക്ക് ചെയ്തതാണ്. ഇവൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇവന് കഴിക്കണം, ഇവൻ ഓർഡർ ചെയ്യുന്ന ഫുഡ് ഇവന് കഴിക്കണം. ഇതിൽ ആരായിരിക്കും ജയിക്കുന്നത് അവർക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നോൺ ഫോളോവർ ആണ്, അതുകൊണ്ട് 3000 ആയിരിക്കും എമൗണ്ട് വരുന്നത്. 500 ആണ് എമൗണ്ട് വരുന്നത്. എന്താണ് ഓർഡർ ചെയ്യുക? തുടങ്ങാം. എവിടെ നിന്നാണ് ഓർഡർ ചെയ്യാൻ പോണേ? ഇത് മതിയാ? മതി, അത് മതിയാ ഇവനെ തീർക്കാൻ. ഫ്രണ്ട്ലി വൈബല്ലടാ. രണ്ടുപേര് ചില്ലാട്ടാ വെറുതെ. നമുക്ക് വന്നേക്കണ രണ്ടുപേര് ചില്ലാട്ടാ. ഇവിടെ അത്യാവശ്യം ഞാൻ പറയട്ടെ, നീ എന്തായിരിക്കും ഓർഡർ ചെയ്യാൻ പോണേ? ആ, ഇനിയിപ്പോ നിന്റെ ഇഷ്ടോട്ടാ. നിനക്ക് ഇതിൻ്റെ അകത്ത് തന്നെ മതിയെങ്കിൽ ഓക്കെ. നിനക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള സാധനങ്ങൾ നിനക്ക് ഓർഡർ ചെയ്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിന്റെ ഇഷ്ടം. സംഭവം വരണമെന്ന് പറയാൻ നേരത്ത് 450 500 അതിനുള്ളിൽ വരണം. എടാ നോക്കടാ, മെനു നോക്ക്. നീ ഇത് തന്നെയാണോ ചെയ്യണേ? അത് നിന്റെ ഇഷ്ടം. അത് നിന്റെ ഇഷ്ടം. അത് നിന്റെ ഇഷ്ടം. ബ്രോ ഇവിടെ നിന്ന് തന്നെയാണോ വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ്? ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് 500-നുള്ള സാധനം വാങ്ങിക്കണം. നീ എന്താ ചെയ്യണേ? അത് നിന്റെ ഇഷ്ടം. ഏതായിരുന്നു? 350 പിസ്താഷ്യോ. ഇവിടെ 350 ഉള്ളൂ മാക്സിമം. ഓക്കെ, സോറി ബ്രോ, താങ്ക് യു. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഞാൻ പറഞ്ഞില്ലേ, അതാകുമ്പോ ആ ഒരു എമൗണ്ടിന് തന്നെ തീരും. ഓക്കെ അല്ലേ? പിന്നല്ല, ഞാൻ മേടിച്ചു കൊടുക്കുന്ന ഇവൻ കഴിച്ചു തീർക്കില്ല. തീർക്കൂലെന്നാ? തീർക്കൂല. എടാ നിനക്കും വേണമെങ്കിൽ ചൂസ് ചെയ്യാട്ടോ. നിനക്കിപ്പോ എന്ന് പറയാൻ നേരത്ത് നിനക്ക് ആ സ്ഥലത്ത് തന്നെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെനു വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആ കടയിൽ തന്നെ വെച്ച് തീർക്കാം. വെറുതെ എന്താ പറയുക, നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കേണ്ട ആവശ്യമില്ല. അളിയൻ എവിടെ? അളിയാ കമോൺ. എവിടെ കയറാൻ പോണേ നമ്മള്? നമുക്ക് ഏതെങ്കിലും ഒരു, നീ ഇടയ്ക്കിടയ്ക്ക് മന്തി എന്ന് പറഞ്ഞില്ല, നമുക്കൊരു മന്തി തന്നെ. അപ്പൊ ഇതിനെ വെട്ടാനായിട്ട് ഇനി നിനക്ക് മന്തി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലട്ടാ. അപ്പൊ ഒരു പണി, ഹാഫ് മന്തി അങ്ങ് സെറ്റ്. കമോൺ. ഇത് ലാസ്റ്റ് ഒക്കെ ദിവസം ഇപ്പൊ മന്തി ചലഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടാ. പോയി PO YY. ഫുഡ് ചലഞ്ചാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ അറേബ്യൻ പാലസ് എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എന്താ ബ്രോ പ്ലാൻ? എന്താണ്? മന്തിയല്ലേ ഇനി? മന്തിയേ വഴിയുള്ളൂ ഇനി, അല്ലാണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആളിപ്പോ വേറെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ മന്തിയെ വഴിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇവനും മന്തിയാ വാങ്ങിച്ചു കൊടുക്കാൻ പോണത്. ലാസ്റ്റ് കുഴിമന്തിയില്. ഓക്കെ, അതാകുമ്പോ ഇപ്പൊ ഇനിയിപ്പോ പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ല. സെയിം പൈസ, സെയിം പരിപാടി. നമുക്ക് എവിടെയെങ്കിലും ആദ്യം സെറ്റിൽഡ് ആകാം. നമ്മുടെ ഓർഡർ നേരത്തെ എടുത്തത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടാ. അപ്പൊ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഓർഡർ കൊടുക്കാനായിട്ട് പോണേണ്. ആദ്യം ഇവനാണ് ഓർഡർ കൊടുക്കണം കേട്ടാ. എടാ അത് മാത്രം മതി, മയണൈസ് വേണ്ട കേട്ടോ. മയണൈസ് ഇരിക്കട്ടെ. മയണൈസ് അതിന്റെ കൂടെ മയണൈസ് ഇരിക്കട്ടെ. ചിക്കൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇവന്റെ ഓർഡർ അതാണ് കേട്ടാ. ഇവന്റെ ഓർഡർ എന്ന് പറയാൻ നേരത്ത് 3 ഓർഡർ. അപ്പൊ എത്ര രൂപ ഉണ്ട് ഓർഡറിൽ? 420 ആയാലും ജ്യൂസ് എല്ലാം മേടിച്ചു കൊടുക്കാം. ചെക്കൻ കഴിക്കാം. എങ്കിൽ ഒരു പെപ്സിയും കൂടി എടുക്കും പോരെ? പെപ്സിയും കൂടി ആകുമ്പോൾ എത്രയായി? അപ്പോൾ 460 ആയി കാണും അല്ലേ? അപ്പം 460 അല്ലേ? ഓക്കെ, 460. ഓക്കെ, ഫില്ലാണോ? ഫില്ലുണ്ട് 460. ലാസ്റ്റ് 400 രൂപ മതി. ഓക്കെ, അപ്പോൾ ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത് റൈസ് മാത്രം പ്ലസ് മയണൈസും ഒരു പെപ്സിയും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി അവൻ്റെ ഓർഡർ കൊടുക്കാം. ഇല്ല കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഇവന്റെ ഓർഡർ ആണ് എനിക്ക് കൊടുക്കാൻ പോണത്. അത് തന്നെ, ഹാഫ് മന്തി മാക്സിമം ഫുഡ് റൈസ് കൂട്ടി കൊടുക്കാം. റൈസ് ഏതായിരിക്കും ഹെവി ആയിട്ടുള്ളത്? ഹെവി ആയിട്ട് ഏതാ? ഷവായുടെ ഹാഫ് എത്ര? ഹാഫ് എത്ര? 480 മസാല എടുത്തു. സ്പൈസി ഉണ്ടോ? പെരി പെരി എടുത്തു. അതെടുത്തു. മന്തി റൈസ് ആണോ അതിൻ്റെ കൂടെ? അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തു. ഓക്കെ,
ഓക്കെ, Set. ഇവൻ ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല കേട്ടാ, അവൻ എന്താ ഓർഡർ കൊടുക്കുന്നത് ഞാൻ പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടായിട്ട് എടുക്കണേ. അപ്പൊ ഇവന്റെ രീതിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇവന്റെ രീതിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഓർഡർ എന്താ കൊടുത്തേക്കണെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ പരസ്പരം ഒന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആകും നീ ചിലപ്പോ, നീയും. ഓക്കെ, അപ്പൊ ഇതില് സംഭവം എന്ന് പറയാൻ നേരത്ത് ആദ്യം ആര് കഴിച്ചു തീർക്കുന്നു അവർക്കായിരിക്കും ഈ എമൗണ്ട് വരുന്നത്. നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ 5,000 ആയിരുന്ന എമൗണ്ട് ഇതിപ്പോ 3,000 ആയിരിക്കും എമൗണ്ട്. ഈ 500 ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ദേ നമ്മുടെ ഫുഡ് വരുന്നുണ്ട് ട്ടാ. നീ സർപ്രൈസ് ആയോ? നീ സർപ്രൈസ് ആകും. കാരണം വെച്ചാ മനസ്സിലായ നിനക്ക്? ഇവൻ നിനക്ക് ഓർഡർ ചെയ്തേക്കണത് 3 ക്വാർട്ടർ റൈസ് ആണ് നിനക്ക് ഓർഡർ ചെയ്തേക്കുന്നത്. പിടിച്ചേ ഇതിപ്പോ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നിനക്ക് മണി വരും. ഇവനിപ്പോ ഇവൻ ഇതിപ്പോ വൺ സെക്കൻഡ് തുടങ്ങല്ലേ. ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത് ഹാഫ് ആയിട്ടുള്ള മറ്റേ എന്താണ് പെരി മറ്റേ ഷവായ, എന്താണ് ഷവായ ഒക്കെ ആയിട്ടുള്ള സെറ്റ്. ഇവനാ പെപ്സി. നിനക്ക് ഇതിന്റെ കൂട്ടത്തിൽ പെപ്സി ഉണ്ട്. ഇതും തീർക്കണം. ഇതിന് ഇതിന്റെ കൂട്ടത്തിൽ ഇവൻ ഓർഡർ ചെയ്തേക്കുന്ന. ഓക്കെ, ഇവൻ ഓർഡർ ചെയ്തേക്കണത് 3 ക്വാർട്ടർ റൈസ് ആണ് ഇവന് വേണ്ടി ഓർഡർ ചെയ്തേക്കുന്നത്. ഇതിൽ ആര് കഴിച്ചു തീർക്കുന്നു അവർക്കാണ് ഈ വിന്നിംഗ് പ്രൈസ് വരാൻ പോണത്. ഓക്കെ, തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ. കുപ്പിയൊക്കെ നിനക്ക് ഇഷ്ടം. തുടങ്ങിയേക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോട്ടാ. ഇനിയിപ്പോ എൻജോയ് യുവർ മീൽ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കുഴപ്പമില്ല, മയണൈസ് ഒക്കെ അങ്ങോട്ട് പിടിച്ചാൽ മതി. തീർക്കും. ഇപ്പൊ റൈസ് മാത്രമല്ലേ നിനക്ക്, മയണൈസ് ഇടറാ. ഇതൊക്കെ അറിയാലേ. ഇവൻ തീർക്കൂട്ടാ, നീ വേഗം കഴിക്ക്. എടാ പെപ്സി എടുത്തോണെങ്കിൽ സിപ്പടിച്ച് വേണ്ട അവന്. അപ്പൊ ഇവനുള്ള 3 ക്വാർട്ടർ റൈസ് ആണ് ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത്. ആ 3 ക്വാർട്ടർ റൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവനുള്ള ഹാഫ് പെരി ഷവായ മന്തിയാണ് ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇവന് വേണ്ടിയിട്ട് അതും വന്നിട്ടുണ്ട്. ഇതിൽ ആരാണോ കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും ഇവിടെ വിന്നർ ആകാൻ പോകുന്നത്. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, ഫാസ്റ്റായിട്ട് കഴിച്ചോളൂ. എടാ സംഭവം ഇവന്റെ 1 ക്വാർട്ടർ ഇപ്പൊ തീർക്കൂട്ടാ, പറഞ്ഞില്ല എന്ന് വേണ്ട. എരിവുണ്ടാടാ ഉണ്ടല്ലേ, കത്തിച്ചിട്ടുണ്ട് ഇവൻ. ഇവിടെ രണ്ടുപേരും നല്ല രീതിക്കുള്ള ഇതാട്ടാ. ഇവൻ പറഞ്ഞേക്കണത് എരിവാ, നമുക്ക് നന്നായിട്ട് ഇട്ടോ സെറ്റായിക്കോ എന്നുള്ള രീതിക്ക്. ഇവനാണെങ്കിൽ ഇവൻ നോക്കാൻ വേണ്ടിയിട്ട് 3 ക്വാർട്ടർ റൈസും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഏകദേശം പറഞ്ഞു വരാൻ നേരത്തെ സ്ട്രാറ്റജി പ്രകാരം ഈക്വൽ ആയിട്ടുള്ള രീതിക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ജയിച്ചാൽ മതി ആരാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കഴിക്കാൻ പറ്റുന്നുണ്ടോടാ? പിന്നെ ഫുൾ പവർ നിനക്കാ പറ്റണില്ലേ? അളിയാ സപ്പോർട്ട് വേണം അളിയാ. ഇവിടെ അളിയനെ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ സ്റ്റേഡിയത്തിന്റെ അവിടെ. എന്താണ് അങ്ങനെയല്ല, ഇങ്ങനെ ഇല്ല ഇങ്ങനെ അളിയാ നിന്നെ കൊണ്ട് പറ്റും ആ സാധനം. ഇനി നിനക്ക് ഇത് തീർത്ത് കഴിഞ്ഞിട്ട് വേണം ഈ 2 റൈസും കൂടി തീർക്കാനായിട്ട്. ഇവൻ ഫുൾ പവർ ആട്ടാ. ഇതെന്ത് സാധനോടാ? ഇത് വേണ? എനിക്ക് വേണ്ട. എന്തോ മറ്റേ ചട്നി എന്ന് പറഞ്ഞ പരിപാടി എന്നൊക്കെയാ. പക്ഷെ എനിക്ക് തോന്നണേ ഇവന് കുറച്ച് ബെനിഫിറ്റ് ആയി തോന്നണ ഈ പറഞ്ഞ കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനാ ചിക്കൻ വന്നില്ല. നിനക്ക് ഇനി എമൗണ്ട് മേടിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് പോയി എവിടെയെങ്കിലും പോയി കഴിക്കാം. ഇത് ഇവൻ തീർക്കും തോന്നണ്. സ്പീഡായിക്കോ നീയും. അതൊക്കെ അവസാനം തീർക്കാന്നുള്ള മൂഡിലാണ്ട ആള്. ചിക്കൻ നിനക്ക് ചിക്കൻ വേണേ പറയണം, ഞാൻ തരാം. കഴിച്ചോ. ഫുൾ പോസിറ്റീവ് ആട്ട ആള്. രണ്ടുപേരും ആദ്യം ഇവൻ പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമതൊന്ന് പിക്ക് ചെയ്തതും പോസിറ്റീവ്. ഇന്ന് ഫുൾ പോസിറ്റീവ് വൈബാണ്. പെപ്സി അവനെ ഈ ഇടയിൽ വെച്ച് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് കയറി വരുമെന്ന് പറയുന്നത്. അത് കാരണം ഏറ്റവും അവസാനം കുടിച്ചു തീർക്കും. ഇവന് നല്ല സ്ട്രാറ്റജി ആണ് ഇവന്. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പെപ്സി ഇടക്ക് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ആൾക്കാർക്ക് പ്രിഫറൻസ് അനുസരിച്ചിട്ട് കഴിച്ചു തീർക്കാൻ വേണ്ടി പെപ്സിയൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവൻ സ്ട്രാറ്റജി പ്രകാരം. പക്ഷെ ആ പെപ്സി ഇല്ല, ഇവൻ നിന്റെ എമൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടി തന്നത്. അതുകൊണ്ട് നീ അത് കുടിച്ചു തീർക്കേണ്ടി വരും. അതാണ് ഇവിടെ ടാസ്ക്. ഇവിടെ ഒരെണ്ണം തീർത്ത്, 1 റൈസ് തീർത്തു. അടുത്തത്
നീ വേണേ ഈ പ്ലേറ്റ് കഴിച്ചോട്ടാ, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടത്തിന് എങ്ങനെയാന്ന് വെച്ചാൽ കഴിക്കാം നിനക്ക്. ഈ ഇതങ്ങ് എടുത്ത് മാറ്റി വെച്ചോ. ആ അടുത്ത പാത്രം എടുത്തിട്ടുണ്ട്. ഇതും കൂടി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ തീർക്കാം. ഇവനാണെങ്കിൽ ഇതും തീർത്ത് അതും തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും ജയിക്കാവുന്നതാണ്. പറപ്പിച്ചോട്ടാ. ഇവൻ സവാളയൊക്കെ കൂട്ടി ചോറ് എങ്ങനെ വാരി തിന്നണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സവാളയും മുളകൊക്കെ എടുക്കുന്നുണ്ട്. മുളക് മാറ്റി വെക്കണാണല്ലേ? മുളകില്ല, ഓക്കെ, മുളകൊന്നും വേണ്ട, അതൊന്നും നമ്മ ഉഷിയൂല. സവാള നീ കഴിക്കണമെന്നൊന്നുമില്ല കേട്ടാ, അതൊക്കെ ഭംഗിക്കിട്ടേക്കണമെന്നില്ല. ചോറ് കഴിച്ചാൽ മതി, എന്താ തടി കഷ്ണം ഒന്നും കഴിക്കണം കേട്ടാ. സവാള കഴിച്ചാൽ പിന്നെ പെട്ടെന്ന് കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടും കഴിക്കാനായിട്ട്. നീ വലിയ ഷെഫാണോടാ? ചേട്ടൻ ഷെഫായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്ന് എന്നാ കുറച്ച് സവാള. ചേട്ടൻ ഷെഫായിരുന്നു. ചേട്ടൻ ഷെഫായിരുന്നാ? ആ, അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും കാണുന്നുണ്ട് ഞാൻ. അതെ, സവാള കഴിച്ചാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന പറഞ്ഞ പുള്ളി. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ കുറച്ച് സവാള. നല്ല എരിവുണ്ട് കേട്ടോ. എരിവുണ്ടല്ലേ? അത് ദേ ഇവനെ പറഞ്ഞാ മതി, ഇവൻ കത്തിച്ചേക്കണമാ ഇവിടെ. ഇല്ലേ? ഇവൻ പറഞ്ഞാ അതിന് നല്ല എരിവുണ്ടോ, അങ്ങ് കേട്ടിട്ടോ എന്ന് പറഞ്ഞെടുത്താ. വെള്ളം വേണം? വെള്ളം വേണോ? വേണോ? അത് കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം തന്നെ നിങ്ങൾ എന്തായാലും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കട്ടാ. വിന്നർക്ക് 5,000 ഉള്ള പരിപാടിയായിരുന്നു. ഇനി നമ്മളടുത്തത് 10,000 സെറ്റപ്പും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കും. ആ, ടിഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് ടിഷ്യൂവിൻ്റെ ആവശ്യമുണ്ടോ? എൻജോയ് ടിഷ്യൂ. എന്താണ്? എടാ ഇവൻ തീർത്ത് വിടാ. ഓൾമോസ്റ്റ് ഹാഫ് ഇവിടെ തീർത്തിട്ടുണ്ട്. ഇവൻ ഇവിടെ റൈസ് ചതിയായി പോയി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ച സ്ഥിതിക്ക് ഈക്വൽ ആയിട്ട് പോകും. ഇവിടെ റൈസ് കൊടുത്ത് ചതിച്ചു, ഇവിടെ എരിവ് കൊടുത്ത് ചതിച്ചു. പക്ഷേ നീ ചെയ്തത് ഇവന് ഗുണമായി മാറിയടാ. അവന് ചിക്കൻ ഇല്ലാണ്ടായില്ലേ? ഇത് നീ ചിക്കനും കൂടി കഴിക്കണം. അവന് ചിക്കനില്ല, റൈസ് മാത്രം മാറി കഴിക്കുമ്പോൾ പരിപാടി തീർന്ന്. സമാധാനം എന്നൊക്കെ. ആണോ? നല്ല എരിവുണ്ടല്ലേ? വെള്ളം വേണം നിനക്ക്? വെള്ളം കുറച്ച്. പെപ്സി വേണോ? അവന്റെ പെപ്സി കുറച്ച്. ചിക്കൻ നീ ഹാഫ് അടിക്കോ? ചിക്കൻ ഹാഫ് അടിക്കോ? ചിക്കൻ ഹാഫ് അടിക്കോ? ഇല്ല, പെപ്സി ആ കുടിച്ചോളാം. അത് റൈസ് തീർക്ക്, ഇറങ്ങട്ടെ. വേറെ പെപ്സി എടുക്കണ്ടേ? ഇല്ല അവസാനത്തേക്ക് വെച്ചേക്കണോ നീ? പറ്റുവാ? ഉണ്ണി വയറാ. എന്ത് പറ്റി? ഇല്ലല്ലേ? ഞാനും ഇതുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനോടത്ത് ഇവൻ പല മന്തിയും പറയുന്ന. മച്ചാനിവിടെ 3 ക്വാർട്ടർ റൈസ്, ഈ മച്ചാനിവിടെ നല്ല എരിവ്. ഇതെന്തായാലും കിടിലൻ ചലഞ്ചാണ് കേട്ടാ. എന്തായാലും കാരണം എനിക്ക് ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള സാധനം ഇടുന്നല്ലേ? നന്നായിട്ട് കഴിക്കും. ആണാ? കൊള്ളാം. അങ്ങനത്തെ ഒരു മൂഡിൽ പറഞ്ഞ കേട്ടാ. മച്ചാൻ പക്ഷേ സ്വീറ്റിന്റെ ആളാണോ? അല്ലേ, സ്വീറ്റ് ആണോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. അതായിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു. ലബാൻ മതിയായിരുന്നു. അതാകുമ്പോ ഒരു 2 ലബാൻ പറയേണ്ടി വരും. അവിടെ ചെന്നിട്ട് ഷൈക്കാനും കൊടുത്തിട്ട് പോരേണ്ടി വന്നു. പ്ലേറ്റ് വേറെ വേണ്ടി വരുമോ? അതിൽ തന്നെ വേണേ കഴിച്ചോടാ. എന്താണ്? അയ്യോ കുഴപ്പമില്ല. 10,000 രൂപ ചലഞ്ച് ചെയ്യാൻ നിർത്തി. എനിക്ക് 10,000 രൂപ തന്നാ മതി. കിട്ടണുണ്ടാണോ ബൈക്കൊക്കെ? പറയാൻ പറ്റില്ല. ബൈക്ക് നമ്മുടെ പിന്നെ താഴെ പോയിട്ടുണ്ടാ. ഇനി ഇത് ബാംഗ്ലൂരേക്ക് ഒന്ന് കറങ്ങി വരേണ്ടി വരുമോ ദൈവമേ? മൈനേസ് വേണം. ഇതെന്താ ഇവിടെ? എന്തോ ചേടാ, ഇറങ്ങി പോകാൻ വേണ്ടിയാണോ? ലാസ്റ്റ് ഇതും കൂടി ഉള്ളത് നിനക്കിനി. സവാള കുറച്ചും കൂടി പറയണോ? സവാള പറയണോ നിനക്ക്? ആ ഭയ്യ, കുറച്ച് സവാള. ചിക്കനൊക്കെ ഉണ്ട്. തൽക്കാലം സവാള എടുത്തു വേണമെങ്കിൽ. ബൈക്ക് എന്റെ പോ.
പെപ്സി എനിക്ക് പിന്നെ അത്ര പ്രശ്നമില്ല, ആണാ പെട്ടെന്ന് കുടിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഇവന് വേറൊരു തരം രീതിക്കാട്ടാ. ദേ ഇവനിവിടെ തീർത്തിട്ടാ. ഇനി അതും കൂടി തീർക്ക്. ഒരു പ്ലേറ്റ് റൈസും കൂടി തീർത്ത പാവം റൈസ് വാരി തിന്നിട്ടിരിക്കണ ഇവിടെ ആണെങ്കിൽ ഒരാളെ എരിഞ്ഞിട്ടും വയ്യ. എന്നിട്ട് എന്നാ താങ്ക് യു. താങ്ക് യു. ഇവനിവിടെ ഇവിടെ തീർത്ത്. ഇനി ഈ പ്ലേറ്റ് റൈസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തീർക്കും. ഇവനാണെങ്കിൽ ഇവിടെ ഒരു പീസ് ഇരിപ്പുണ്ട്, കുറച്ച് റൈസും ഇരിപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്ത് പറ്റടാ, ടയർഡായാ? അല്ല, കണ്ണീന്ന് വെള്ളം വരുന്നു കഴിച്ചിട്ട്. കണ്ണ് നിറഞ്ഞവന്റെ റൈസ് കഴിച്ച് കണ്ണീന്ന് വെള്ളം വരുന്നു. അത് ടയർഡായി. എടാ നീ സവാള കഴിച്ചതായിരിക്കും. ശരിയാട്ടാ, സവാള കഴിച്ച് കണ്ണീന്ന് വെള്ളം തന്നെയാണ്. എന്നിട്ട് അല്ലേ ആണടാ സവാള പിടിച്ചിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കണ്ട ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരും. എരിവല്ലടാ, സവാളയല്ലേ. ഇവിടെ ഇവൻ 3ാമത്തെ പ്ലേറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ചിക്കനും ഉണ്ട്, റൈസും ഉണ്ട് കേട്ടാ. ഉണ്ടല്ലേ എന്ന് എരിവ് കാരണം കിളി പോയിട്ടിരിക്കണേന്ന്. ഇവിടെ ഇനി കുറച്ച് റൈസും ആ പീസും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ജയിക്കും. ഇവിടെ ഈ റൈസും ഈ പെപ്സിയും ഉണ്ട്. ഇത് നിനക്കൊരു ബാധ്യതയാകുമെന്ന് എനിക്ക് തോന്നണത്. 750 ml പറ്റുവാടാ. ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ അവിടെ ആയിരുന്നു. എടാ ഇതെന്താണ് അനങ്ങാത്തത്? ചെറിയ പീസുള്ള ചിക്കൻ, ഒരു വായിക്കുള്ളതുള്ളൂ. എടാ മയോണൈസ് അധികം എടുക്കാണ്ടിരുന്നാ മതി. ഫാനല്ലടാ, സോങ്. ഓക്കെ, നമുക്കിവിടെ അയ്യോടാ പാവം ചെക്കൻ. ഞാൻ സോങ് എന്ന് പറഞ്ഞപ്പോൾ ഫാൻ എന്നാ കേട്ടേന്ന് തോന്നുന്നു. അവൻ കുഴപ്പമില്ലടാ, വെച്ചോട്ടെ. ഇവന്മാരോടെ ചൂടെടുത്ത് പുകയുന്നുണ്ട്. കിട്ടിയ അത്രയും നല്ലത്. ദൈവമേ, ഇതെന്ത് വലിയ കാട്ടൊരു സാധനമൊക്കെ ഒന്നല്ല. ഇനി സിപ്പടിച്ച് ഇറക്കിക്കോ. ഇനിയിപ്പോൾ നീ ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് കുടിച്ച് തീർക്കാൻ നോക്ക്. ദൈവമേ, എടാ കുഴപ്പമില്ല. അയ്യോ പാവം ചെക്കൻ. സോങ് എന്നാ പറഞ്ഞേ. ദൈവം, ഇതെന്ത് സാധനം, പറന്നു പോവാ നമ്മ. ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ പിടിച്ച് തീർക്കും പണിയാണോ? ഞാൻ നിർത്തിയാ വിട്ടാ നീ. വെള്ളം കൊടുക്കൂ. നീ വിട്ടാ നീ. ആണാ ഇവനിവിടെ വെള്ളം കുഴപ്പമില്ല. അപ്പൊ ഇവൻ ഇവിടെ ജയിച്ചിരിക്കുന്നു. ഇവനിവിടെ ചലഞ്ച് ഇവിടെ വെച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനാണെന്നാണ് പറയണത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം നോക്കുവാണെങ്കിൽ ഇവനിവിടെ സെയിം പോർഷൻ റൈസും ഒരു പീസ് ചിക്കനും ഉണ്ട്. ഇവനാണെങ്കിൽ കുറച്ച് പോർഷൻ റൈസും ഇതും മാത്രമേ ഉള്ളൂ. വേണ്ടേ വിട്ടുപിടി അല്ലേ ഗൈസ്? വയറൊക്കെ പൊട്ടാറായില്ല. ഭയങ്കര എരിവ്. അപ്പൊ ഇവനിവിടെ ഡ്രോപ്പ് ചെയ്ത് അപ്പൊ ഇവൻ ജയിച്ചതായിട്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നു. നല്ല തീരുമാനം അല്ലേ? ഡ്രോപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇവൻ ഇവിടെ വേണ്ട, വിട്ട് ചലഞ്ച് ഇവന് വിട്ടുകൊടുക്കും. മീൻസ് ഇവൻ വേണ്ട എന്നുള്ള രീതിക്ക് വിട്ടുകൊടുത്തേക്കുവാണ്. അപ്പൊ ഇവൻ ഇവിടെ ജയിച്ചായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. നീ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ ഇപ്പൊ 5000 കിട്ടേണ്ട കേസിന് നീ സ്കാനർ എടുക്കൂ, 3000 അയച്ചു തരാം. അപ്പൊ നമ്മ സ്കാനർ 3000 നമ്മൾ ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനാണ് നമുക്കിവിടെ വിജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ കൊടുത്തോ. ബൈ.